ഇന്ത്യയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് റിയാലിറ്റി ഷോ കൂടിയാണ് ബിഗ് ബോസ്. ഇതുവരെ 6 സീസണുകളാണ് മലയാളത്തിൽ പൂർത്തിയായിട്ടുള്ളത്. മാർച്ച് മാസത്തിലായിരിക്കും പുതിയ സീസൺ, അതായത് ബിഗ് ബോസ് സീസൺ 7 ആരംഭിക്കാൻ പോകുന്നത്. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ കഴിഞ്ഞ തവണത്തെ സീസൺ ആയിരുന്നു, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6. ബാർക്കിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 2.7 കോടിയിലധികം ആളുകളാണ് ബിഗ് ബോസ് സീസൺ 6 കണ്ടിട്ടുള്ളത്. OTT-യിലും സീസൺ 6 സൂപ്പർ ഹിറ്റായിരുന്നു. സോഷ്യൽ മീഡിയ ഇടപെടലടക്കം 100% വളർച്ചയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറും ഗബ്രിയേൽ ജോസുമായിരുന്നു. ഇരുവരുടെയും കോംബോയാണ് ആദ്യം തൊട്ട് അവസാനം വരെയും ചർച്ചയായിരുന്നത്. എന്നാൽ ഷോയിൽ വിജയം നേടാൻ ഇരുവർക്കും സാധിച്ചില്ല. ഗബ്രി ഷോയുടെ 50-ാം ദിവസവും ജാസ്മിൻ 4-ാം സ്ഥാനവും നേടിയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയത്. കഴിഞ്ഞ തവണത്തേതുപോലെ ഷോയെ ആകെ ഇളക്കി മറിക്കാനായി കഴിയുന്നവരെ കൊണ്ടുവന്നാൽ മാത്രമേ ബിഗ് ബോസ് സീസൺ 6 പോലെ ബിഗ് ബോസ് സീസൺ 7ഉം ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സീസൺ 7നായിട്ടുള്ള മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സിനിമ സീരിയൽ മേഖലയിൽ നിന്നുള്ളവരുമൊക്കെ തന്നെയായിരിക്കും ഇത്തവണത്തെയും ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ട് എത്താൻ പോകുന്നു എന്നാണ് സൂചന. അതിനിടയിൽ വിളിക്കാൻ സാധ്യതയുള്ളവരുടെ ചില പേരുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. ആ പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കാം. നടി സരിത ബാലകൃഷ്ണനാണ് പട്ടികയിലുള്ള ഒരാൾ. ഒരു കുക്കിംഗ് ചാനലും സരിത നടത്തുന്നുണ്ട്. സരിതയുടെ കുക്കിംഗ് വീഡിയോക്ക് ആരാധകർ ഏറെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രണവ് കൊച്ചുവാണ് മറ്റൊരാൾ. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ പേരായിരുന്നു പ്രണവിൻ്റെത്. പട്ടികയിലെ മറ്റൊരാൾ നടി പ്രിയങ്ക അനൂപാണ്. നടൻ നാഷിദ് നൌഷാദ്, നടി മായ കൃഷ്ണ, ഏഷ്യാനെറ്റ് ചാനലിലെ സീരിയൽ താരം അവന്തിക മോഹൻ, നടിമാരായ മെറീന മൈക്കിൾ, കന്യ ഭാരതി എന്നിവരുടെ പേരുകളും ലിസ്റ്റിൽ വരുന്നുണ്ട്. ഒറ്റ ഡാൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത MBBS വിദ്യാർത്ഥി ജാനകി ഓംകുമാർ ആണ് പട്ടികയിലെ വേറൊരാൾ. യൂട്യൂബ് ചാനലായ മല്ലു ഫാമിലിയിലെ സുജിൻ, നടൻ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ജാസിൽ ജാസി, അവതാരകനായ റോഹൻ ലോണാർ, നൌഫൽ ഷഹാബ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതുപോലെ വ്ളോഗർ അൽത്താഫ്, കേരളത്തിലെ ആദ്യ എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഫൗണ്ടർ ആകാശ് അഖിലേഷ്, ഗ്രീൻ ഹൗസിലെ രോഹിത്, ഫിറ്റ്നസ് ട്രെയിനർ ദിൽസിൽ ഇക്ബാൽ, ഗായിക ഫൗസിയ റഷീദ്, കളരിക്കാരിയായ ആതിര, ബിസിനസ്സുകാരനായ അരുൺ നായർ, ഫെമിനിസ്റ്റ് ശ്രീലക്ഷ്മി അറയ്ക്കൽ തുടങ്ങിയ പേരുകളും ചർച്ചയിൽ ഇടം പിടിക്കുന്നുണ്ട്. എന്തായാലും മാർച്ച് മാസത്തിലായിരിക്കും സീസൺ 7 ആരംഭിക്കുന്നത്.